Hi everyone, welcome to X and Y Learning. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഷാഡോ റീജിയൻസിനെ പറ്റിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഷാഡോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഒരു ടോർച്ച് എടുത്തു, എന്നിട്ട് നമ്മൾ ചുമരിന് നേരെ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ടോർച്ച് അടിച്ചു കൊടുത്താൽ നമുക്കറിയാം എന്താണ് ആ ഒരു ഷേപ്പിലുള്ള ഷാഡോ നമ്മളുടെ ചുമരിലുണ്ടാവും. സോ എന്തൊക്കെയാണ് ഈ ഷാഡോ റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്ന കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് സീ. സോ എന്താണ് ബേസിക്കലി നമ്മുടെ ഷാഡോ എന്ന് പറഞ്ഞാൽ ഷാഡോസ് ആർ ഫോംഡ് വെൻ ആൻ ഒബ്ജെക്ട് ബ്ലോക്സ് ലൈറ്റ്. സോ ലൈറ്റിനെ ഒരു ഒബ്ജക്റ്റ് ബ്ലോക്ക് ചെയ്യുക, ഒരു ഒപെക് ഒബ്ജക്റ്റ് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, നമ്മുടെ ഷാഡോ ഉണ്ടാവുക. അതുപോലെ തന്നെ ദ എർത്ത് ആൾസോ കാസ്റ്റ് എ ഷാഡോ ഇൻ സ്പേസ്. സോ നമ്മൾ ഈ സാധാരണയുള്ള നമ്മൾ ചെറിയ ഒബ്ജക്ട്സ് നമ്മൾ ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ പല ഒബ്ജക്ട്സിൻ്റെ ഷാഡോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനും ഷാഡോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ എർത്തിനും നമ്മുടെ സ്പേസിൽ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എർത്തിന് ഷാഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ലൈറ്റ് സോഴ്സ് വേണം അല്ലേ. ആ ലൈറ്റ് സോഴ്സ് ആരാണ്, നമ്മുടെ സണ്ണാണ്. സോ സൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷാഡോ റീജിയൻസ് അല്ലെങ്കിൽ ഷാഡോസിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ എന്താണ്, രണ്ട് കേസസ് തന്നിട്ടുണ്ട്. ഷാഡോസ് ഡിപ്പെൻഡ് ഓൺ ദ ലൈറ്റ് സോഴ്സ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജെക്ട്. സോ ഷാഡോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ഒരു ടോർച്ചിന് അടുത്താണ് നമ്മൾ കൈ വയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം അല്ലെ, വലിയൊരു ഷാഡോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ സോഴ്സും ഒബ്ജക്റ്റും നമ്മളുടെ ഡിസ്റ്റൻസും അതിൻ്റെ പൊസിഷനും എന്ത് ചെയ്യും, നമ്മുടെ ഷാഡോനെ ഡിപ്പെൻഡ് ചെയ്യും. സോ എർത്ത് ഷാഡോ ക്യാൻ കോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്ലിപ്സസ്. സോ നമ്മുടെ എർത്തിൻ്റെ ഷാഡോ അല്ലെങ്കിൽ മൂണിൻ്റെ ഷാഡോ വെച്ച് നമ്മൾ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്ലിപ്സുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് വൺ ലൂണാർ എക്ലിപ്സ് അല്ലേ. സോ ലൂണാർ എക്ലിപ്സ് എന്താണ് സംഭവിക്കുന്നത്, നമുക്കിവിടെ സണ്ണുണ്ട്, ഇവിടെ എർത്ത് ഉണ്ട്, എർത്തിന് പിന്നിലായിട്ട് ആര് വരുന്നു, നമ്മുടെ മൂൺ വരുന്നു. സോ നമ്മുടെ എർത്തിൻ്റെ ഷാഡോ ആരുടെ മേലെ വരുന്നത്, മൂണിൻ്റെ മേലാണ് വരുന്നത്. ഇനി നമ്മൾ സോളാർ എക്ലിപ്സ് എടുക്കാം. സോളാർ എക്ലിപ്സിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമ്മുടെ സണ്ണുണ്ട് ആൻഡ് ഇവിടെ നമ്മുടെ എർത്ത് ഉണ്ട്, ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മുടെ മൂൺ വരുന്നു. സോ മൂൺ വരുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മളെക്കാളും എർത്തിനേക്കാളും ചെറിയൊരാളാണ്. സോ എന്താണ്, ഇവിടെ നമുക്ക് ചെറിയൊരു ഷാഡോ എന്തുണ്ടാവും, നമ്മളുടെ എർത്തിൽ കാണാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഷാഡോ റീജിയൻസിനൊക്കെ നമ്മൾ എന്താണ് നെയിം ചെയ്യുക, എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ടൈപ്സ് ഓഫ് ഷാഡോ റീജിയൻസ്. സോ നമ്മുടെ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ സോളാർ എക്ലിപ്സിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മളിവിടെ മൂണുണ്ട്, സണ്ണുണ്ട് ആൻഡ് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷാഡോ ഉണ്ടാകുന്നുണ്ട്. സോ ഈ ഷാഡോ റീജിയൻസിനൊക്കെ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ഉംബ്ര, കംപ്ലീറ്റ് ഷാഡോ. ദ കംപ്ലീറ്റ് ഷാഡോ വരുന്ന പോർഷൻ ഏതാണ്, ഇതാണ്. സോ അതിൻ്റെ നെയിമാണ് എന്ത്, അംബ്ര എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ ഇസ് പെനംബ്ര. പെനംബ്ര ഏതാണ്, പാർഷ്യൽ ഷാഡോ റീജിയൻ. സോ സെക്കൻഡ് റീജിയൻ ഇസ് പാർഷ്യൽ ഷാഡോ റീജിയൻ. നമ്മളിവിടെ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ അംബ്ര ആൻഡ് പെനംബ്ര എന്ന് പറയുന്നത് ഏതാണ്, ഈ മേലേക്കും താഴേക്കും നമ്മൾ കാണുന്ന പാർഷ്യൽ ഷാഡോ വരുന്ന റീജിയൻസ് ആണ്. ഇനി നമ്മൾ നോക്കിയാൽ ഒരു റീജിയൻ കൂടിയുണ്ട്, അതാണ് നമ്മളുടെ ഒബ്ജക്റ്റും കഴിഞ്ഞിട്ടുള്ള റീജിയൻ. സോ അതാണ് ആൻഡംബ്ര. സോ ഷാഡോ ബിയോണ്ട് ദ ഒബ്ജക്റ്റ് ഇസ് കോൾഡ് ആൻഡംബ്ര. സോ നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മളെ പുതിയ മൂന്ന് നെയിംസ് ആണല്ലേ, അംബ്ര, പെനംബ്ര ആൻഡ് ആൻഡംബ്ര എന്നുള്ളത്. സോ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ശ്രദ്ധിക്കുക. നമ്മളുടെ ഒബ്ജക്റ്റിന് തൊട്ട് പിന്നിലുള്ള കംപ്ലീറ്റ് ഷാഡോ ഉള്ള റീജിയനാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണ്, ഈ പാർഷ്യൽ ഷാഡോ റീജിയനാണ്. തേർഡ് വൺ എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റിനും ബിയോണ്ട് ആയിട്ടുള്ള പോർഷനാണ്. സോ നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അംബ്ര എന്ന് പറഞ്ഞാൽ ഡാർക്കസ്റ്റ് പാർട്ട് വേർ ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ്. സോ ലൈറ്റിനെ മുഴുവനായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന പോർഷനാണ് എന്ത്, നമ്മുടെ അംബ്ര എന്നുള്ളത്. സോ എന്താണ്, ഈ ഒരു പോർഷൻ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടുന്ന് കംപ്ലീറ്റ് ലൈറ്റ് എന്തായിരിക്കും, അവിടെ ബ്ലോക്ക്ഡ് ആയിരിക്കും. സോ സെക്കൻഡ് പോർഷൻ പെനംബ്രയിൽ എന്താണ് സംഭവിക്കുന്നത്, ലൈറ്റർ പാർട്ട് ഓഫ് ദ ഷാഡോ വേർ സം ലൈറ്റ് ഈസ് ബ്ലോക്ക്ഡ്. സോ അതൊരു ലൈറ്റർ പാർട്ടാണ്, അവിടെ എന്താണ് കുറച്ച് ലൈറ്റ് ബ്ലോക്ക്ഡ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോർഷൻ എന്നുള്ള ലൈറ്റ് മാത്രം കാണാം. സോ ഞാനിവിടെ മേലുള്ള പോർഷൻ എടുത്താൽ എനിക്കറിയാം അവിടെ ലൈറ്റ് സോഴ്സ് നിന്ന് താഴെ നിന്നുള്ള ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു സൈഡിൽ നിന്നുള്ള ഒരു പോർഷനിൽ നിന്നുള്ള പാർഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി ആൻഡംബ്രയിൽ എന്താണ്, ദ ഏരിയ ബിയോണ്ട് അംബ്ര വേർ ദ ലൈറ്റ് സോഴ്സസ് പാർഷ്യലി വിസിബിൾ. സോ ഇവിടെ എന്താണ്, നമുക്ക് ലൈറ്റ് സോഴ്സ് പാർഷ്യൽ ആയിട്ട് വിസിബിൾ ആവും. സോ നമ്മൾ ഒരു സോളാർ എക്ലിപ്സിൽ എങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓരോ ഷാഡോ റീജിയനിൽ നിൽക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ലൈറ്റ് സോഴ്സിനെ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഷാഡോ റീജിയൻ. സോ നമ്മളെ സൺ ഇവിടെ ഉണ്ട് ആൻഡ് എർത്ത് ഇവിടെ ഉണ്ട്. സോ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ മൂന്ന് ഷാഡോ റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് വൺ അംബ്രയിൽ നമ്മൾ നിന്നാൽ നമുക്കറിയാം ഡാർക്കസ്റ്റ് പോയിന്റ് ആണ് അല്ലേ, അതായത് എന്താണ്
കംപ്ലീറ്റ് ഷാഡോ ഉള്ള റീജിയൻ ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് സോഴ്സ് കാണാനേ പറ്റില്ല. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. എന്താണ്, നമുക്ക് ലൈറ്റ് സോഴ്സിന് കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിരിക്കും. ഇനി നമ്മൾ പെനംബ്രയിൽ നിൽക്കുകയാണ്, അതായത് ഈ രണ്ട് റീജിയനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ സണ്ണിനെ കാണാൻ പറ്റുക? ഇവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പോർഷൻ മാത്രം കാണാം. സി പാർഷ്യലായിട്ടാണ് നമുക്ക് പെനംബ്രയിലും ആൻറ്റംബ്രയിലും കാണാൻ പറ്റുക. സോ ഇവിടെ ചെറിയൊരു പോർഷൻ മാത്രം കാണാൻ പറ്റും. ഇനി നമ്മളുടെ മൂന്നാമത്തെ ഷാഡോ റീജിയൻ ആയിട്ടുള്ള ആൻറ്റംബ്ര. സോ നമ്മളെന്താണ്, അംബ്ര ആൻഡ് പെനംബ്ര കഴിഞ്ഞിട്ടുള്ള ഈ പോർഷനിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ ലൈറ്റ് സോഴ്സും നമ്മുടെ എർത്തിനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുക. നമുക്ക് എന്താണ്, ഒരു റിംഗ് ആയിട്ടുള്ള ഒരു എക്ലിപ്സ് ആണെന്ന് പറയാം, അല്ലെ? ഒരു സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സിൽ നമുക്കൊരു റിംഗ് ടൈപ്പ് ഓഫ് എക്ലിപ്സ് വരുന്ന ഒരു റീജിയനാണ് നമ്മൾ ആൻറ്റംബ്ര എന്നുള്ളത്. സോ ഷാഡോ റീജിയൻസിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സോ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഷാഡോ റീജിയൻസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഡെയിലി ലൈഫിലുള്ളത്? ഒന്ന് നമ്മളെ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്, ശരിയാണ്. പിന്നെ നമ്മൾ എവറിഡേ ഷാഡോസ്, അതായത് നമ്മൾ കാണുന്ന ട്രീസ് അല്ലെങ്കിൽ ബിൽഡിങ്സിൻ്റെ എല്ലാ ഷാഡോസിനും നമുക്ക് എന്താ പറയാം, ഇങ്ങനെയുള്ള റീജിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. എന്താണ്, ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്, സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് ഷാഡോ ആർട്ട്. ഷാഡോ ആർട്ട് നമ്മളെന്താണ്, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. സോ ഷാഡോ ആർട്ടിന് യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഷാഡോ റീജിയൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് യൂസ് ഉള്ളൊരു കാര്യമാണ് ഷാഡോ. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയേണ്ട സയൻസ് ഫാക്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കണ്ടന്റിന് വേണ്ടി ഡു സബ്സ്ക്രൈബ് ദ ചാനൽ.